വിവാഹത്തിന് മുമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ട, അനുവർത്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചു, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുത്തു. പെണ്ണിന്റെ ഉത്തരവാദിത്തം പെണ്ണിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണം, വാപ്പയുടെ ഉത്തരവാദിത്തം പെണ്ണിന്റെ അനുവാദം വാങ്ങണം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോയി കെട്ടാൻ പറ്റൂല. അപ്പൊ രജിസ്റ്റർ വിവാഹമൊക്കെ ഇടങ്ങേറായി, രജിസ്റ്റർ വിവാഹമൊക്കെ ഇടങ്ങേറായി. അയ്യുമാ ഇംറാത്തിൻ നകഹത് ബിഗൈരി നകഹത് നഫ്സഹാ ബിഗൈരി ഇദ്നി വലിഹാ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിലുൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വമേധയാ യഥേഷ്ടം തന്റെ ബാപ്പാടെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ചാൽ അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, ശരിയാവൂല. അപ്പൊ പോയിട്ട് വാപ്പായെ വെട്ടിച്ചിട്ട് കഷ്ടപ്പെട്ട് വാപ്പ വളർത്തി, എടോ ചെറുപ്പം മുതലേ കൊണ്ടുവന്ന് നിനക്ക് ഹോർലിക്സും ബോൺവിറ്റായും എല്ലാ വിറ്റായും മേടിച്ചെന്ന് നിന്നെ കൊഴിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്ന് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് MBBS നിനക്ക് അഡ്മിഷൻ വാങ്ങി തന്ന് കൊള്ളാല്ല. വാപ്പാടെയും ഉമ്മാടെയും ഒരു അനുവാദം വേണ്ട, വാപ്പായും ഉമ്മായും വേണ്ട, എവരെങ്കിലും കണ്ടവർ ഒറ്റ ഓട്ടം. നോക്കണം, ഈ 10-18 വർഷം 19 വർഷം അല്ലെങ്കിൽ 20 വർഷം ഇവിടെ ഈ വാപ്പായും ഉമ്മയും കുടുംബക്കാരും എത്രത്തോളം സ്നേഹിച്ച് ചെലവിന് നൽകി അവളെ ആറ്റു നോറ്റ് പോറ്റിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഏതോ ഒരു ചെറുക്കൻ അവിടെ നിന്നൊരു കൊഞ്ഞണം കാണിച്ചപ്പം അത് കണ്ടിട്ട് ഒറ്റ പോക്ക് ഇല്ലേ? നിറികെട്ടവൾ, നിറികെട്ടവൾ. നീ പോയി അവനെ കല്യാണം കഴിച്ചാൽ വാപ്പാന്റെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ നീ വിവാഹം കഴിച്ചാൽ ആ നിക്കാഹ് അസാധുവാണ് പെണ്ണെ. നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ പേരിൽ നാളെ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. പിതാവിന്റെയും വാപ്പയുടെയും പൊരുത്തം നീ വാങ്ങാത്തതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തേണ്ടി വരും. ഇസ്ലാമിക ആദർശങ്ങളെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതത്തിന് നീ തുടക്കം കുറിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക മാത്രമല്ല, മുഖം കുത്തപ്പെട്ട നിലയിൽ നാളെ ഖാറൂന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും കൂട്ടത്തിൽ നരകകുണ്ടാരത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടും പെണ്ണെ. അതുകൊണ്ട് കരുതിയിരുന്നോ. നീയൊക്കെ നോക്കും, കുഴപ്പമില്ല, എന്നെ കൂടെ ഒക്കെ ജീവിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. എവിടെങ്കിലും കൊണ്ടുവച്ച് നിന്റെ റൂഹ് പോയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ച് നിന്റെ വായിലേക്ക് എല്ലാരും മണ്ണ് വാരിയിട്ടിട്ട് മടങ്ങിപ്പോയാൽ 2 മലക്കുകൾ വന്നിട്ട് അജ്ലസാക്കി നിന്നെ അവിടെ ഇരുത്തും, വൈഖലാക്കി ഉണർത്തും, വസഅലാക്കി നിന്നോട് ചോദിക്കും, ഓരോ ചോദ്യവും ചോദിക്കും. ആരാണടി പെണ്ണെ നിന്റെ റബ്ബ്? നീ ഇന്ന് വരെ അനുഷ്ഠിച്ച ജീവിത ശൈലി എന്തായിരുന്നു? നിന്റെ ഖിബ്ല ഏതായിരുന്നു? നിന്റെ ഇമാം ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഇസ്ലാമിക പാരമ്പര്യത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം കേവലം നൈമിഷികമായ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പണയപ്പെടുത്തി പോയ പെണ്ണേ, നീ ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയും, ഹാ 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 ലാദിരി ലാദിരി ലാദിരി. എനിക്കറിയാമായിരുന്നു നേരത്തെ ഇസ്ലാമിക ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ, എന്റെ വാപ്പ മുസ്ലിമായപ്പോൾ, എന്റെ ഉമ്മ മുസ്ലിമായിരുന്നപ്പോൾ, അവരുടെ മുസ്ലിമായ പെണ്ണായി ഞാൻ ജീവിച്ചപ്പോൾ, ആ സമയത്തെങ്ങാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, ക്ഷണികമായ സുഖത്തിന് വേണ്ടി, ഒരു ചെറുക്കന്റെ കൊഞ്ചല് കണ്ടുകൊണ്ട്, ഒരു ചെറുക്കന്റെ ചിരി കണ്ടുകൊണ്ട്, അവന്റെ ദുനിയാവിലെ കേവലം വിലയില്ലാത്ത ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ വലയിൽ കുടുങ്ങിക്കൊണ്ട്, ഇസ്ലാമിക ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം ഞാൻ നയിച്ചുപോയി. എനിക്കിപ്പോഴും മറതിയായി പോയി. എന്റെ ഖിബ്ല ഏതാന്ന് എനിക്കറിയില്ല, എന്റെ റബ്ബാരാണെന്ന് എനിക്കറിയില്ല, എന്റെ ഇമാം ആരാണെന്നറിയില്ല, ആരാണ് അല്ലാഹ്ന്നറിയില്ല. യാ വൈലത്താ യാ ഹസ്രത്താ, എനിക്ക് വന്ന നാശമേ. എന്നെ കൈക്ക് പിടിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി എനിക്കൊരു കള്ള ജീവിതം, മോശമായ ജീവിതം തന്ന എന്റെ കാമുകൻ എവിടെ? എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ, എന്റെ പെണ്ണെ നീ ഞങ്ങളുടെ മക്കളല്ല, നീ എന്റെ മോളല്ല, ഇനി ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞ എന്റെ ബാപ്പയും ഉമ്മ പോലും എന്നെ മറന്നുപോയി. അവര് പോലും എനിക്ക് ദുആ ചെയ്യുന്നില്ല എന്ന് ഖേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ആ ഖബറിലേക്ക് അല്ലാഹു വിന്യസിക്കുകയും ഖബറങ്ങനെ ഞെരുക്കുകയാണ്, ഖബറങ്ങനെ ഞെരുക്കുകയാണ്. അവളുടെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ ഞെരുക്കുകയാണ്.
കരയുകയാണ്, അവൾ നിലവിളിക്കുന്നു. പക്ഷേ ആ വിളി കേൾക്കാൻ ആരുമില്ല. പെണ്ണിനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ കാറുമായി 100 കണക്കിന് കൂട്ടുകാർ വന്നപ്പോൾ, മയ്യത്തായി കട്ടിലിൽ കിടക്കുമ്പോൾ, കബറിൽ കിടക്കുമ്പോൾ, പെണ്ണെ 2 പേരുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നിന്റെ ബാപ്പയുടെ അനുവാദമില്ലാതെ എങ്ങാളും രജിസ്റ്റർ ഓഫീസിൽ പോയി ആരാന്റെ പിറകെ ഇറങ്ങിപ്പോയി ആദർശം പണയം വെച്ച് നീ കല്യാണം നടത്തി ജീവിതം നയിച്ചാൽ ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ. 1 പ്രാവശ്യമല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്. 2 പ്രാവശ്യമല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്, 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ എന്താ, ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ, പെണ്ണുങ്ങളുടെ അനുവാദവും വാങ്ങണം, വാപ്പാടെ അനുവാദവും വാങ്ങണം. ലാ നിക്കാഹ ഇല്ലാ ബിവലി, വലിയില്ലാതെ നിക്കാഹില്ല, വലിയുടെ അനുവാദം ഇല്ലാതെ നിക്കാഹില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അനുവാദം വേണം, വാപ്പയുടെ അനുവാദം വേണം. പെണ്ണിന്റെ അനുവാദമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില മനസ്സിന് ചില എന്തൊക്കെയോ ഒരു എന്ത്രാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നീ ഒരു പെണ്ണിനെ, ഒരു ചെറുക്കനെ കണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വാപ്പാടുത്തൊന്ന് നീ പറ, വാപ്പിച്ച ഞാൻ പറയുന്നത് കേൾക്കോ വാപ്പിച്ച, അത് പിന്നെ എന്താ മോളെ, നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടില്ലയോ. അപ്പം വാപ്പ വിചാരിച്ച് എന്താ പരീക്ഷയ്ക്ക് അങ്ങ് എറണാകുളത്ത് കൊണ്ടുപോകണം, കാറിൽ കൊണ്ടുപോകണം, AC ഒക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ ആയിരിക്കും. ഞാനെന്താ മോളെ, വാപ്പ വലിയ ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയ, വാപ്പയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, ഇന്നൊരാളിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മനസ്സിലിരിക്കുക. വാപ്പിച്ച എനിക്ക് എല്ലാം മേടിച്ചെന്ന് വാപ്പിച്ചല്ലയോ, ഞാൻ എന്തെല്ലാം പറഞ്ഞ് കേൾക്കുന്ന വാപ്പിച്ചല്ലയോ, ഞാൻ എപ്പോൾ എവിടെ പോയിട്ട് പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നാലും ആദ്യം വാപ്പിച്ചായി കാണാനല്ലയോ വാപ്പിച്ച ഞാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാം വാപ്പിച്ച ആണ് മോളെ. അതിനിപ്പോൾ എന്താ നീ പറ, നിന്റെ കാര്യം പറ. വാപ്പിച്ച ഞാൻ എങ്ങനെ പറയും വാപ്പിച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെരിങ്ങി ഒരൊറ്റ ഓട്ടം ഉമ്മാടൊക്കെ, ഉമ്മ ഒന്ന് പറയാം, എനിക്ക് വാപ്പിച്ചടുത്ത് പറയാൻ മനസ്സില്ല. ഇപ്പൊ ഉമ്മ പതുക്കെ രാത്രി തലയടി മന്ത്രത്തിൻ്റെ കഥയെ നമ്മുടെ കൊച്ചു പറഞ്ഞ എന്താണെന്നറിയോ, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനുണ്ട്, നല്ല യോജിച്ച ഒരു ചെറുക്കനാണ്, നല്ല സ്വഭാവമാണ്, ക്ലാസ്സിൽ നല്ല പഠിക്കുന്നവനാണ്, അതുകൊണ്ട് ആ ചെറുക്കനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാന്ന് അവനാകൻ. അല്ലാ, ആദ്യം ഉമ്മായി ഇയാൾ തലാക്കിയല്ലും, പിന്നെ 2ാമത് മോളെയും തലാക്കിയല്ലോ. ആ സമയത്ത് എല്ലാ സംഭവമൊക്കെ ശരി തന്നെയാണ്, എല്ലാം സംഭവം ക്ലിയർ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ആ ഒരു വാക്ക് മൂപ്പിലാന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട്, അത് കളഞ്ഞിട്ട് നീ സ്വന്തമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായി പിന്നെ അവസാനം കെട്ടിക്കോ അന്ന് വലിയായിട്ടിരിക്കും. ഏത് മനസ്സിലോടെ ഞാൻ കെട്ടിച്ചു തന്നിരിക്കുന്നില്ല, ഒരു സാധനം എൻ്റെ കുടുംബത്തിൽ ഞാൻ തരില്ല, എനിക്ക് ഒരംശം തരില്ല, എന്നൊക്കെ ഞാൻ കെട്ടിച്ചെന്നു സ്വസ്ഥമായിട്ട് ജീവിച്ചോണം, റാഹത്തോടെ നീ ജീവിച്ചോണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പറയരുത്. അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. പിന്നെന്താണ്, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. ഈ ചെറുക്കനെ കുറിച്ച് ഈ പെണ്ണെ മോള് പരിചയപ്പെടുത്തി, മോളോട് ഇത്രയും സ്നേഹമുള്ളവനാ വാപ്പയായിരുന്നല്ലോ, നീ ഒന്ന് ആലോചിക്ക്. പോയി ആ ചെറുക്കന്റെ കുടുംബം, അവന്റെ മഹിമ, അവന്റെ സ്വഭാവം, അവന്റെ അവസ്ഥ, അവന്റെ സാമ്പത്തികം എല്ലാം നീ ഒന്ന് മനസ്സിലാക്ക്. അതല്ലാതെ ചാടാതെ പെടയാതെ വെളിച്ചപ്പാട് കാണിക്കാതെ നീ ഒന്ന് പോയിട്ടൊന്ന് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് സംസാരിച്ച് നോക്ക് കുടുംബവുമായിട്ട്. അങ്ങനെ ബന്ധപ്പെട്ട് മൻ അന്വേഷിച്ചപ്പോൾ നിന്റെ അടുക്കലേക്ക് ആലോചനയുമായി വന്നവർ ദീനീ നിഷ്ഠയുള്ളവനായിരുന്നു, സ്വഭാവ മഹിമയുള്ളവനായിരുന്നു എങ്കിൽ, നിന്റെ പെണ്ണുമായി യോജിച്ചു പോകാൻ പൊരുത്തപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ ഫസവ്വിജൂ, ബാപ്പാ നീ ആ വിവാഹം നടത്തി കൊടുക്കണം. വയില്ല, അങ്ങനെ അല്ല എങ്കിൽ വാപ്പ ശാഠ്യം പിടിച്ചുകൊണ്ട്, ഇല്ല ഞാൻ പിടിക്കുന്ന മൊയിലിന് 3 കൊമ്പ്, എന്റെ മോളാണ്, ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, എനിക്കിഷ്ടമുള്ളവനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ അരീം, ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ കുഴപ്പം? ശരി, വാപ്പയുടെ ഇഷ്ടം അനുസരിച്ച് കെട്ടിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. കല്യാണം എല്ലാം ആലോചിച്ച് കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഇവൻ ഇപ്പുറത്ത് ഇങ്ങനെ കോളിസുമായിട്ട് വന്നിക്കും, ഇവളിങ്ങനെ ഞാൻ മുകളിലോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോളിൽ നിന്നൊക്കെ വഴി തന്നെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൂടെ ഇതൊക്കെയായിട്ട് നാളെ കല്യാണത്തിന് അണിയാനുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം. പിറ്റേന്ന് വാപ്പ വലിക്ക് വരുമ്പോ മോളെ കാണാനില്ല. ഫസാദായി. ഹാജിയാർക്ക് പിന്നെ ചങ്കു ഉയർത്തി നടക്കാൻ പറ്റൂല. പിന്നെ ആചാരം എന്താ ചെയ്യുക, അങ്ങോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോ ട്രെയിൻ വരുന്ന വഴിക്ക് അടുത്ത് അങ്ങോട്ട് ചാടുക, മരിക്കുക. ഫസാദുൻ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി ഫസാദുൻ അരീം. അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് പെണ്ണൊളിച്ചോടി പോയി ആചാരേ എന്ന് പറഞ്ഞ് കളിയാക്കൂലേ?
അതുകൊണ്ട് നേരത്തെ കൂടി ആലോചിച്ച പെണ്ണിന് യോജിച്ചതാണെങ്കിൽ അൽഹംദുലില്ലാ സംഭവമൊക്കെ ക്ലിയർ ആണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് കെട്ടിച്ചോട്, പ്രശ്നം തീർന്ന്. അതാണ് ഇസ്ലാം. ഇസ്ലാം അതാണ് സ്വഭാവ മഹിമയുള്ളവൻ. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താ? സമ്പത്താണോ, കുടുംബ മഹിമയാണോ, സൗന്ദര്യമാണോ, ദീനാണോ, എന്താ? അതും പ്രവാചകൻ തന്നെ പറയട്ടെ.